നമസ്കാരം. RMP നേതാവ് ടി.പി. ചന്ദ്രശേഖരൻ വധത്തിന് ഇന്നേക്ക് 12 വർഷം. ഒഞ്ചിയത്ത് ടി.പിയുടെ വീട്ടിൽ ഇന്ന് അനുസ്മരണ പരിപാടികളാണ്. CPIഎമ്മിനെ ഇത്രത്തോളം പ്രതിരോധത്തിലാക്കിയ മറ്റൊരു രാഷ്ട്രീയ കൊലപാതകമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ടി.പി. വധം വലിയ ചർച്ചയായി എന്നുള്ളത് ശരിയാണ്. 2012 മെയ് 4-നാണ് വടകരയ്ക്കടുത്ത് വള്ളിക്കാവ് വെച്ച് ഒരു സംഘം അക്രമികൾ ടി.പിയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. വെട്ടേറ്റ 51 മുറിവുകളാണ് ടി.പി. ചന്ദ്രശേഖരൻ്റെ ശരീരത്തിലുണ്ടായിരുന്നത്. സംസ്ഥാനത്ത് പിന്നീട് അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ കൊലപാതക രാഷ്ട്രീയം ടി.പിയുടെ പേരിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ CPIഎം ആണെന്ന ആരോപണം അത് വ്യാപകമായി ഉയരുകയും ചെയ്തു. CPIഎം ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ചന്ദ്രശേഖരൻ ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ജനതാദളിന് വിട്ടുകൊടുക്കുവാനുള്ള തീരുമാനത്തിനെതിരെ നേതൃത്വവുമായി കലഹിച്ച് 2009 പാർട്ടി വിടുകയും റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. വളരെ ജനസമ്മതനായിരുന്ന ഒരു നേതാവായിരുന്നു ചന്ദ്രശേഖരൻ. ആ ചന്ദ്രശേഖരൻ്റെ നീക്കം CPIഎമ്മിന് വലിയ തലവേദന സൃഷ്ടിച്ചു എന്നുള്ളതും ശരിയാണ്. ഒഞ്ചിയം പഞ്ചായത്തിൻ്റെ ഭരണമടക്കം CPIഎമ്മിന് നഷ്ടമാകുന്നു. ഇതോടെ ചന്ദ്രശേഖരൻ്റെ വധത്തിന് പിന്നിൽ CPIഎം ആണെന്ന ആരോപണം കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടേയിരുന്നു. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ടി.പി. കേസ് വീണ്ടും ചർച്ചയായിക്കൊണ്ടേയിരുന്നു. വിചാരണ കോടതി വിട്ടയച്ച 2 പേരെ കൂടി ഉൾപ്പെടുത്തി ഹൈക്കോടതി വിധിച്ച ഇരട്ട ജീവപര്യന്തമാണ് ഇക്കുറി ടി.പി. വിഷയത്തെ കൂടുതൽ ചർച്ചയാക്കി എന്നുള്ളത് ശ്രദ്ധേയമായി. കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെ ചർച്ചയായതും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കനലണയാത്തതുമായ ഒരു രാഷ്ട്രീയ കൊലപാതകം വേറെയില്ല. വടകരയുടെ രാഷ്ട്രീയത്തിലും തിരഞ്ഞെടുപ്പിലും നിർണായകമാകുന്നത് അതുതന്നെയാണ്. ടി.പി. വധ ഗൂഢാലോചന കണ്ടെത്താൻ CBI അന്വേഷണം വേണമെന്ന ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണിപ്പോൾ. മരണപ്പെട്ടുപോയ ടി.പി. ജീവിച്ചിരുന്ന ടി.പിയേക്കാൾ ശക്തനാണ് എന്ന് പറയേണ്ടി വരും. കേരളത്തിലെ CPIഎമ്മിൻ്റെ രാഷ്ട്രീയ യാത്രയിലൊക്കെയും ഒരു വലിയ വിലങ്ങുതടിയായി ടി.പി. ചന്ദ്രശേഖരൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം ആ സഖാവ് തിളങ്ങി നിൽക്കുകയാണെന്ന് പറയേണ്ടി വരും. RMPയുടെ നേതാവായി മാറുന്നതിന് മുമ്പ് CPIഎമ്മിൻ്റെ കൊടികെട്ടിയ നേതാവായിരുന്നു ടി.പി. ചന്ദ്രശേഖരൻ. ആ ടി.പി. ചന്ദ്രശേഖരനെ 2009 CPIഎം തള്ളിക്കളയുന്നതോടുകൂടി റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി സ്വന്തം ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ തന്നെ ടി.പി. ചന്ദ്രശേഖരൻ മുന്നോട്ട് നീങ്ങി. അതുപക്ഷേ CPIഎം എന്ന് പറയപ്പെടുന്ന ആ പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ പാർട്ടിയുടെ തലപ്പത്തെ നേതാക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ടി.പി. ചന്ദ്രശേഖരൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തെ ഇല്ലായ്മ ചെയ്യുക മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. CPIഎമ്മിൻ്റെ കൊലപാതക രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം നെറികെട്ട ഒരു കൊലപാതകം ചെയ്തിട്ടുള്ളത് മറ്റൊരിടത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഓർമ്മകളിൽ ഇന്നും ടി.പി. ജീവിക്കുന്നു എന്നുള്ളത് ആ കൊലപാതകത്തിൽ 51 വെട്ടുവെട്ടി ഇത്രത്തോളം ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയെന്നുള്ള ചിന്ത കൊണ്ട് തന്നെയാണ്. ഓരോ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളും എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നേതാവ് കൂടിയായി മാറി ടി.പി. ചന്ദ്രശേഖരൻ. 12 വർഷങ്ങൾക്ക് ശേഷവും ആ കനൽ അണയാതെ തന്നെ കിടക്കുന്നു.